ന്യൂ ബാങ്ക് എന്ന് പറയുന്നത് നമ്മളുടെ നിലവിലുള്ള ഏതെങ്കിലും ഒരു ബാങ്കുമായിട്ട് ടൈപ്പായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ന്യൂ ബാങ്കിങ് പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ബാങ്കിങ് സേവനങ്ങൾ നൽകുന്നത്. നമുക്കിപ്പോൾ രാജ്യത്ത് പ്രധാനപ്പെട്ട ന്യൂ ബാങ്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ജൂപ്പിറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഫൈവ് മണി ഉണ്ട്, നിയോക്സ് ഉണ്ട്. അങ്ങനെ കുറച്ച് ന്യൂ ബാങ്കിങ് പ്ലാറ്റ്ഫോമുകൾ നമുക്കിപ്പോൾ നിലവിൽ മാർക്കറ്റിൽ ലഭ്യമാണ്. പക്ഷേ ന്യൂ ബാങ്കുകൾക്ക് കുറച്ച് റിസ്ക് വരുന്നുണ്ട്. നമുക്ക് കസ്റ്റമർ സപ്പോർട്ട് മോശമായിരിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം നേരിട്ട് കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം കിട്ടാനായിട്ട് നല്ല ഡിലേ വരും. കാരണം ഇത്തരത്തിലുള്ള ന്യൂ ബാങ്കുകളുടെ അക്കൗണ്ട് ഓപ്പണിങ്ങും അതിൻ്റെ മാനേജ്മെൻറ്റും അതിൻ്റെ ക്ലോസിങ്ങും എല്ലാം തന്നെ ഓൺലൈനാണ്. നമുക്ക് ഓഫ്ലൈനായിട്ട് പോയിട്ട് ചോദിക്കാനായിട്ട് ന്യൂ ബാങ്കുകൾക്ക് ബ്രാഞ്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതൊരു പ്രശ്നമാണ് ഈ ഒരു ന്യൂ ബാങ്കുകളുടെ കാര്യത്തിൽ. അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ന്യൂ ബാങ്കുകൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെപ്പറ്റി. അതിൻ്റെ ലിങ്ക് ഈ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പ്രൈമറി ബാങ്ക് അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഒരിക്കലും ന്യൂ ബാങ്ക് ചൂസ് ചെയ്യാതിരിക്കുക. നമ്മളുടെ തൊട്ടടുത്ത് ബ്രാഞ്ചുള്ള ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ന്യൂ ബാങ്കുകൾ എപ്പോഴും ഒരു സെക്കൻഡറി ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ മണി ട്രാൻസാക്ഷൻ നടത്താനായിട്ടൊരു ബാങ്ക് അക്കൗണ്ട് അങ്ങനെ മാത്രം കൺസിഡർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പ്രൈമറി ബാങ്ക് അക്കൗണ്ടായിട്ട് ഒരിക്കലും ന്യൂ ബാങ്കുകളെ ചൂസ് ചെയ്യാതിരിക്കുക.